കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതുയുഗ യാത്രയ്ക്ക് നേരെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കണം. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടി ചെല്ലുന്നു. അവിടെ 3 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവിടെ ഒരു റീത്ത് വെച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. അതുപോലെ വീണ ജോർജ് പങ്കെടുത്ത പത്തനംതിട്ടയിലെ ഒരു പരിപാടിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു. ആ മന്ത്രിയെ കൂവി വിളിക്കുന്നു. ഇതിനു മുമ്പ് സി പി എം ഈ പറയുന്ന പ്രൊഫസർ എം എൻ വിജയന്റെ മകന്റെ അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് കൊണ്ടുവച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇതിപ്പോൾ റീത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നു, ഈ യാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പൊതുവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അക്രമാസക്തമാവുകയാണ്. ശരിയാണ്. വിജിലൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര സി പി എം ആക്രമിക്കും. അത് സാമാന്യ ബുദ്ധിക്കോ സാമാന്യ രാഷ്ട്രീയ ബോധത്തിന് യോജിച്ചാണോ? അല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം ഇപ്പം അനാവശ്യമായിട്ട് സതീശന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സി പി എം ശ്രമിക്കില്ല. പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നതിൻ്റെ കാരണം എന്താണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി അവിടെ റീത്ത് വെച്ചതാണ്. അപ്പോൾ റീത്തിനിപ്പോൾ ഒരു പ്രത്യേക അർത്ഥമാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് പുറത്ത് പോയ കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ വേളയിൽ പുസ്തകം ഏറ്റുവാങ്ങിയത് പ്രൊഫസർ എം എൻ വിജയൻ്റെ മകൻ അനിൽകുമാറായിരുന്നു. അപ്പോൾ അനിൽകുമാറിൻ്റെ വീട്ടിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേ ദിവസമല്ല, 5-8 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ റീത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ റീത്ത് വെച്ചാലോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയാലോ, ഭയപ്പെടുന്ന ഒരാളല്ലല്ലോ വിജയൻ മാസ്റ്ററുടെ മകൻ. അങ്ങനെ അദ്ദേഹം അത് ഭയപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു നെറേറ്റീവ് ഉണ്ട്. അതിൻ്റെ നെറേറ്റീവ് എന്ന് പറഞ്ഞതിനിടയിൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ വെട്ടിക്കൊന്നതുപോലെ എം എൻ വിജയൻ്റെ മകനെയും വെട്ടിക്കൊല്ലും എന്ന് ഒരു സന്ദേശമാണ് സി പി എം നൽകിയതെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞിരുന്നത്. നമുക്കറിയാം അതൊരിക്കലും ശരിയായ ഒരു സമീപനമല്ല എന്നുള്ള കാര്യം. അത് സി പി എം അതിൻ്റെ നേതൃത്വപരമായിട്ടെടുത്ത തീരുമാനമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പക്ഷേ അത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ വെട്ടിക്കൊല്ലുന്നത്, അതേപോലെ തന്നെ അവരുടെ വീടിന് മുമ്പിൽ റീത്ത് വെക്കുന്നതുമൊക്കെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നമ്മളതിനെ അതിശക്തമായിട്ട് എതിർക്കും. പ്രത്യേകിച്ച് നമ്മൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് അതിശക്തമായിട്ട് പറയേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്ത് അതിനെതിരായിട്ട് പ്രസ്താവനകളൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കം നടത്തി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം അവരെന്ത് ചെയ്യുന്നു, ഈ പണി എന്ത് ചെയ്യുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ അർത്ഥം തന്നെയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ വെട്ടിക്കൊല്ലും എന്ന സന്ദേശം തന്നെയാണ് അവർ നൽകുന്നത് എന്ന കാര്യം അവർ മറന്നു പോകുന്നു. കാരണം തലേ ദിവസം അവർ പറഞ്ഞ കാര്യമാണ് അവരെന്ത് ചെയ്യുന്നത്, അതായത് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞ കാര്യം അവർ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല, മന്ത്രി പങ്കെടുത്ത മീറ്റിങ്ങിൽ അവരെ കൂകി വിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വി ഡി സതീശൻ്റെ ഈ യാത്രയിലും സി പി എമ്മിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂകി വിളിക്കാം, അല്ലെങ്കിൽ കല്ലെറിയാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ അല്ലല്ലേ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ സന്ദേശമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പെട്ടെന്ന് നമുക്ക് തോന്നുന്നു, എന്നോട് സിനി ചോദിച്ചാൽ എന്താണ് ആക്രമണോത്സുകമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വിമർശിക്കുന്ന സമയത്ത് ആ വിമർശിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുകയുമില്ല എന്നുള്ളതാണ്. ഇപ്പം ഇത് പക്ഷേ ഒരാൾ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സി പി എം മാത്രം ചെയ്താൽ നമുക്ക് സി പി എമ്മിനെതിരെ മാത്രം ശബ്ദിക്കാനായിട്ട്. പക്ഷേ സി പി എം ചെയ്യുന്ന അതേ പണി കോൺഗ്രസും ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്കും എതിരെ ശബ്ദിക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നേ പറയാനായിട്ട് കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല വി ഡി സതീശൻ്റെ ജാഥയിൽ എവിടെയെങ്കിലും അക്രമം സി പി എം നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വി ഡി സതീശനെ വലുതാക്കുകയും അതേപോലെ തന്നെ കോൺഗ്രസിനെ ഭരണത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കൈപിടിച്ച്
കയറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തരും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്കത് വിചാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് വി ഡി സതീശൻ്റെ ജാഥയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കണം. സെക്യൂരിറ്റി പൂർണ്ണമായിട്ടും ടൈറ്റ് ആക്കണം. അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വി ഡി സതീശനെ പോലെയുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു ഈ സന്ദേശം എന്ന് പറയുന്നത് ഈ സന്ദേശം വി ഡി സതീശനെ ഇപ്പം എനിക്ക് തോന്നുന്നത് CPM-കാർ ഒരിക്കലും വി ഡി സതീശൻ്റെ ജാഥ ആക്രമിക്കാൻ സാധ്യതയില്ല. അത് യാതൊരു കാരണവശാലും ചെയ്യാൻ ഒരു രീതിയിലും CPM അനുവദിക്കത്തുമില്ല. കാരണം PS മാഷ് പറഞ്ഞ പോലെ അത് ഇപ്പോൾ വി ഡി സതീശൻ ഇല്ലാത്ത ഇമേജ് ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത രീതി വി ഡി സതീശൻ. അപ്പം ഈ ജാഥയ്ക്കകത്ത് CPM വേഷധാരികൾ ജാഥയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുകയും അടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. പണ്ട് ഈ കോളേജ് രാഷ്ട്രീയമുണ്ട്, PS മാഷിനൊക്കെ അറിയായിരിക്കും. കോളേജ് രാഷ്ട്രീയത്തിനകത്ത് ഇപ്പം ABVP കാണും, KSU കാണും, ആരാ SFI കാണും. SFI എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്യാവശ്യം അവനൊരു ചട്ടമ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും, മറ്റൊരു അടി കൊടുക്കും. ഇതാണ് അവൻ്റെ ചിലപ്പോൾ ഇപ്പം നോക്കണം. മറ്റന്മാരെന്ന് പറഞ്ഞാൽ മാടപ്രാവുകളുടെ ശൈലി ഇങ്ങനെ വന്ന് ഈ കതറുമൊക്കെ ഇട്ട് തൊഴുതുകൊണ്ട് പോകും. അപ്പോൾ ഇലക്ഷൻ സമയത്ത് യാതൊരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഈ ബുദ്ധിമാന്മാരായിട്ടുള്ള കേസുകാർ ചെയ്യുന്ന പരിപാടി എന്നില്ലേ, എന്തെങ്കിലും കോലാമ്പീച്ച മറ്റന്മാരുടെ മുമ്പിൽ ചെന്ന് കാണിച്ച് അവിടെ ഇൻ്റർവെൽ സമയത്തോ ഉച്ചവെടുത്ത സമയത്തോ ആയിരിക്കും. യുവമാർക്ക് വിവരമില്ലല്ലോ, യുവമാരെടുത്തിട്ട് കാണിക്കും, കതറുമൊക്കെ വലിച്ചു കീറി. അപ്പോൾ കവറും എല്ലാം കീറി, മുണ്ടും എല്ലാം കീറി, അടിയും മേടിച്ച് ഈ ഇങ്ങനെ തലമുടിയെല്ലാം അടി കിട്ടിയവരോ ഈ സമയം കൊണ്ട് ഈ ഇതും കൊണ്ട് ഉള്ള ക്ലാസ്സിലെല്ലാം കയറിയും കരയും. അപ്പം പെണ്ണുങ്ങൾ വോട്ട് കിട്ടും. ഇത് ഈ KSU-കാരനായിട്ട് തന്നെ വി ഡി സതീശനെ അവതരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. പിന്നെ വി ഡി സതീശൻ വേറെ കാര്യം പറയുന്നത് PS മാഷ് ശ്രദ്ധിച്ചായിരുന്നു. ഈ പാർട്ടിയുടെയൊക്കെ ഓരോ പാർട്ടിയുടെ അബദ്ധം. യഥാർത്ഥ മാർക്സിസ്റ്റ് പാർട്ടികൾ ഇപ്പം ഞങ്ങളാ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം നിൽക്കുക. എൻ്റെ വി ഡി സതീശ കമ്മ്യൂണിസത്തിന് ഇപ്പം വലിയ വിലയുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? കാരണം ഞാൻ കണ്ടിട്ടുള്ള സമരം സാറിനറിയാമല്ലോ. ഗാന്ധിജിയുടെ സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഗാന്ധി നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഗാന്ധി നിങ്ങളോട് വഴക്കിന് വരത്തില്ല. ആ പ്രശ്നത്തിനെതിരെ ആ പുള്ളി അവിടെ സത്യാഗ്രഹം കിടക്കുക. ഏതാ ഗാന്ധിജിയുടെ പ്രശ്നം തീർക്കുന്നത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ പുള്ളി എന്തോ ചെയ്യും? ഇവരോട് രണ്ടുപേരും സംസാരിച്ചിട്ട് കേൾക്കത്തില്ലേ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ പട്ടിണി കിടക്കും. അവസാനം ആ സമരം തീരുന്ന രീതി. അതുപോലെ പ്രതിഷേധം അങ്ങനെയായിരുന്നു. ഇവരൊക്കെ ഇപ്പം കരിങ്കുടി പ്രതിഷേധം കാണിക്കുമല്ലോ. പ്രതിഷേധം ഉള്ളിടത്ത് കണ്ടിട്ട് അദ്ദേഹം ഒരു കറുത്ത ബാഡ്ജ് ധരിച്ച് അവിടെ ഇരിക്കുക. ഇതായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധ രീതി, കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജി. അപ്പം ഞാനിപ്പോൾ ധരിക്കുന്നത് വി ഡി സതീശൻ എന്ന് പറഞ്ഞ ആൾ CPM പഠിച്ചുകൊണ്ടിരിക്കുക, വി ഡി സതീശൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പോട്ടെ, ഇതിനകത്ത് അദ്ദേഹം മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് അനുഭാവമുള്ള ആൾ, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളൊക്കെ ആണല്ലോ. ആ ചിന്താഗതി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിക്കാർ ഈ റീത്ത് വയ്ക്കുന്നതിനോട് നമുക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. അത് വികലമായ അത് ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഓരോരുത്തർ കാണിക്കാൻ തോന്നിയ ദിവസം അല്ലെങ്കിൽ ഈ അടിപിടിയോടോ കൊലപാതകത്തിനോടൊന്നും പാർട്ടി അല്ലെങ്കിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനമൊന്നുമില്ല. അത് സംഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനെ താല്പര്യപ്പെടുത്തി മുമ്പോട്ട് പോകുന്നില്ല. ഇതിപ്പം അവർ കാണിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന തോന്നിവാസമാണ് കമ്മ്യൂണിസം എന്നും അതാണ് ഇടതുപക്ഷ ചായ്വെന്നും അല്ലെങ്കിൽ ഞങ്ങളാണ് സാറിന് കമ്മ്യൂണിസം എന്നും കാണിച്ചിട്ട് മന്ത്രിയുടെ അവിടെ സത്യാഗ്രഹം കിടന്ന പാരമ്പര്യമുള്ള കോൺഗ്രസ്, അല്ലെങ്കിൽ പ്രതിഷേധത്തിനൊരു കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിക്കേണ്ടവരുടെ മുമ്പിൽ ചെന്നിരുന്ന കോൺഗ്രസ്, അത്തരത്തിൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഇപ്പോൾ റീത്ത് വയ്ക്കാനും കുഴി വെട്ടാനും അക്രമം ഉണ്ടാക്കാനും അതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തീർന്നു. ഗതിയില്ല പ്രേതം പോലെ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കുറേ ആളിപ്പോഴും കൂടെ ഉണ്ട്. അവന്മാർ നാല് വഴിക്കുക. അവന്മാരെ നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല, പാർട്ടിയില്ല, നേതാക്കന്മാരില്ല. എങ്ങനെയും തിരിച്ചു വേണം. അതിന് ഗതി കിട്ടാ പ്രേതം പോലെ നടക്കും ഇപ്പം. പക്ഷേ ഈ ബുദ്ധിമാനായ മഹാമനുഷ്യൻ ജാഥയും കൊണ്ട് വരുമ്പോൾ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവിന് ഈ നമ്മൾ പറയത്തില്ലേ സെക്യൂരിറ്റി BJP ടൈറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം മോദി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്നറിയോ? വിശ്വസിക്കാൻ പറ്റത്തില്ല. പ്രതിസന്ധി വരുന്ന സമയത്തെല്ലാം രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ കൊന്നതിൻ്റെ ക്ലെയിം ഇപ്പോഴും കോൺഗ്രസ്സാണ് കിടക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൻ്റെയും നിഗൂഢത ഇതുവരെ നീങ്ങിയിട്ടില്ല. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് നിഗൂഢ നീങ്ങത്തേ ഇല്ല. ശരിയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലൊക്കെ വളരെ സെക്യൂരിറ്റി കൊടുത്തേ ആരാണ് എന്താണ്. അതെ, അതിന് ആരാണ് എന്താണെന്നൊന്നുമില്ല. അദ്ദേഹത്തെ വേണ്ട സമയത്ത് ഒരു ഇലക്ഷൻ സമയത്ത് ഒരു ഗതി ഇല്ലാത്തപ്പോൾ ഇതേ രീതിയിൽ ഉപയോഗിച്ചുകൂടാന്നില്ല സാറേ. രാജീവ് ഗാന്ധിയുടെ മരണത്തിനകത്ത് ഈ ശ്രീപെരുമ്പത്തൂർ നടന്നപ്പോൾ സാറിനറിയോ, ഇപ്പോൾ സ്റ്റേജിനകത്ത് മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ കാലുകൾ അവസ്ഥ നമ്മൾ കണ്ട. ഇതാ കോൺഗ്രസിന്റെ സ്റ്റേജിന്റെ അവസ്ഥ. ഒന്ന് പറഞ്ഞിട്ട് ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഈ സമയത്ത് ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റേജിൽ DCC പ്രസിഡന്റ് പോലും ഇല്ല.
KPC ഭാരവാഹിയില്ല, ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല. അപ്പോൾ ആ കൊലപാതകം സ്വാഭാവികമായിട്ട് സംഭവിച്ചതാ. ആ മനുഷ്യൻ മാത്രം പൊട്ടിത്തെറിച്ചു പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചു? എൻ്റെ അവിടെ CPM തോറ്റത് അന്ന് തിരുവനന്തപുരം രാഷ്ട്രം ജയിക്കുന്ന ആദ്യമായിട്ട് അങ്ങനെ. അപ്പം ഇതുപോലെ തന്നെ ഈ ജാഥയ്ക്കകത്ത് ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കണം. ഈ ജാഥയ്ക്കകത്ത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്തില്ലെങ്കിൽ സർക്കാർ ഇപ്പൊ തന്നെ ഇപ്പൊ അതുകൊണ്ട് ഈ ജാഥയ്ക്ക് കൂടുതൽ പോലീസിന്റെ സംരക്ഷണം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഈ കോൺഗ്രസ്സുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസിനകത്ത് ഈ ജാഥ വരുമ്പോ VD സതീശൻ ഉടുപ്പ് വലിച്ചു കയറും. ആരെ? CPM ആണെന്ന് പറഞ്ഞോണ്ട് എന്താടാ കാണിച്ചേ, വീണ ജോർജിന്റെ അവിടെ റീത്ത് വെച്ച് എന്തിനാണെന്ന് പറഞ്ഞോണ്ട് വലിച്ചു. ആരെ? VD സതീശന്റെ കോൺഗ്രസ്സുകാര് CPM-ന്റെ ഉടുപ്പ് വിട്ട് CPM-ന്റെ മുഖവുമായിട്ട് വന്ന് വലിച്ചു കയറും. അതുകൊണ്ട് പിണറായി വിജയൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായിട്ട് ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുന്നിടം വരെ ഏറ്റവും ടൈറ്റ് സെക്യൂരിറ്റി പോലീസ് ഈ പുതിയകയായി കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഏറ്റവും അവസാനം KSUക്കാരൻ കോളേജ് ജയിക്കുന്ന പോലെ ഉടുപ്പ് വലിച്ചു കയറി അടിമേടിച്ച് ക്യാമ്പസുകളിൽ തടന്ന് പറയുന്നോണക്കുള്ള ഒരു പരിപാടിക്ക് ഗതിയില്ല, ഒരു രക്ഷയുമില്ല. അവസാനം ആ പണിക്ക് VD സതീശൻ നിൽക്കുന്നതായിട്ടാണ് ഈ വാർത്തയിൽ നിന്ന് എനിക്ക് തോന്നുന്നത്.